റഹ്മത്തുള്ള സാഹിബ്, വേദിയിലുള്ള STU നേതാക്കളെ, സഹോദരന്മാർ, 5 മണിക്ക് പിരിച്ചുവിടണമെന്ന് റഹ്മത്താക്ക പറഞ്ഞതിൽ തന്നെ ഒരു സൂചന ഉണ്ട്. ഞാനാണെങ്കിൽ ഇവിടെ പ്രസംഗിക്കാൻ വന്നതല്ല. താഴെ റഹ്മത്താക്കും മജീദും ഞങ്ങളെല്ലാവരും ഒരുമിച്ചിരിക്കേണ്ട ഒരു യോഗമുണ്ട്. അപ്പോൾ നിങ്ങളെ യോഗം ഉള്ളതുകൊണ്ടാണ് ആ യോഗം ഇങ്ങോട്ട് വന്നത്. അപ്പോൾ ഒന്ന് വെറുതെ തലാട്ടിയതാണ്. ഏതായാലും വലിയ സന്തോഷം. പഞ്ചായത്ത് മുനിസിപ്പൽ തെരഞ്ഞെടുപ്പ് വരാൻ പോവുകയാണ്. നമ്മൾ നാട്ടിൻപുറത്ത് പറയാറുണ്ട്, നെയ്യിട്ട ഭാഗം കുട്ടിയേലി വാരി എന്ന് പറയുന്നുണ്ട്. അങ്ങനെ എന്നും നെയ്യിട്ട് ഭാഗം വാരുന്ന കുട്ടിയേലികളാണ് ഈ STU എന്ന് പറയുന്നത്. പഞ്ചായത്തായാലും ബ്ലോക്കായാലും ജില്ലാ പഞ്ചായത്തായാലും നിയമസഭ ആയാലും ഒക്കെ STUവിന് കാര്യമായ പ്രാതിനിധ്യം ഉണ്ടാകാറുണ്ട്. ഈ അടുത്ത ഡിസംബർ വന്ന് പുതിയ 2026 ജനുവരി പുതിയ വർഷം പുതുവത്സ പുലരി വരുമ്പോൾ അവിടെ ഇരിക്കണം ഇവിടെ ഇരിക്കണം പലരുടെയും ഡെസിഗ്നേഷൻ മാറും. അവരൊക്കെ പഞ്ചായത്തിൻ്റെയും മുനിസിപ്പാലിറ്റിയുടെയും ജില്ലാ പഞ്ചായത്തിൻ്റെയും കുറച്ച് കഴിഞ്ഞാൽ പക്ഷേ നിയമസഭയുടെയും ഒക്കെ ഭാഗമായി മാറും. അതിന് STU കഴിഞ്ഞ കാലത്ത് STUവിൻ്റെ പ്രവർത്തനത്തിനുള്ള പാർട്ടി നൽകുന്ന ഒരു അംഗീകാരമാണ്. അപ്പോൾ ഇവിടെ തന്നെ പ്രഖ്യാപിച്ച സ്ഥാനാർത്ഥികൾ മഞ്ചേരി ബഹുമാനപ്പെട്ട വല്ലാഞ്ചിറ മജീദ്, അജ്മലുണ്ട്. അതുപോലെ തന്നെ നമ്മുടെ ഒരു വനിതകൾ രണ്ടിലേറെ വനിതകൾ കേരളത്തിലുള്ള വനിതയുണ്ട്. അതെ, ഉമ്മറാക്കാൻ്റെ മരുവൾ. നമുക്ക് അങ്ങനെ വാപ്പാരെ അറിയുള്ളൂ, കുട്ടികളൊന്നും അറിയില്ല. അപ്പോൾ അങ്ങനെ മറ്റ് പല പഞ്ചായത്തു നിന്നും അങ്ങനെയുള്ള ആളുകളുണ്ട്. അപ്പോൾ മുസ്ലിം ലീഗിൻ്റെ ഏറ്റവും നല്ല പോഷക സംഘടനകളിൽ ഒന്നാണ് സ്വതന്ത്ര തൊഴിലാളി യൂണിയൻ. ഞാൻ എപ്പോഴും പറയാറുണ്ട്, ഇന്ത്യൻ യൂണിയൻ മുസ്ലിം ലീഗ് എന്ന് പറയാറുണ്ടെങ്കിലും ഇന്ത്യൻ യൂണിയൻ മുസ്ലിം ലീഗിനേക്കാളും ഏറ്റവും കൂടുതൽ സ്റ്റേറ്റുകളിൽ ഘടകമുള്ളത് സ്വതന്ത്ര തൊഴിലാളി യൂണിയനാണ്. അതുകൊണ്ട് തന്നെ ഇവിടെ മുൻപ് ജമീല ടീച്ചറൊക്കെ 2 തവണയാണ് ചെയർപേഴ്സൺ ആയത്. 3 മത്സരത്തിലാണ് 3 അയോഗ്യതയിൽ കൂടുതലോ. അപ്പോൾ അത് അല്ലെങ്കിൽ ഇനിയൊരു അംഗത്തിന് ടീച്ചർക്ക് വാല്യുണ്ട്. അതുപോലെയുള്ള ധാരാളം ആളുകളുണ്ട്. തീർച്ചയായും നമ്മുടെ പ്രസ്ഥാനം SIR വരാൻ പോവാണ്. SIR ഒക്കെ പറയുന്നത് വോട്ടർ പട്ടിക ശുദ്ധീകരിക്കാനാണെങ്കിലും ഇന്ത്യയിലെ മുസ്ലിങ്ങളെ ശുദ്ധീകരിക്കാനുള്ള ഒരു പണിയാണത് എന്ന് നമ്മൾ കണ്ടറിയണം. അപ്പോൾ എന്തായാലും നമ്മൾ തലവെച്ച് കൊടുക്കരുത്. ആ പണിയിൽ നമ്മൾ ശ്രദ്ധരായി നമ്മളതിൽ കൂടെ ഉണ്ടാവണം. അതുപോലെ തന്നെ PMC സർക്കാർ ഒപ്പിട്ടു. ഇത് ഒരേ തൂവൽ പച്ചുകളാണ്. പിണറായിയും നരേന്ദ്രമോദിയും ഭായിയാണ്. അതുകൊണ്ടാണല്ലോ ബിനോയ് വിശ്വത്തിനെ MABB കണ്ടിട്ടും തീരാത്ത പ്രശ്നം പിണറായി വിജയൻ വന്നപ്പോൾ തീർന്നു. അപ്പോൾ പാർട്ടി ആരുടെ കയ്യിലാണ്, കേരളത്തിലെ CPM ആരാണ് നയിക്കുന്നത് എന്ന് നമുക്കെല്ലാവർക്കും മനസ്സിലായി. പണ്ട് സുധാകരൻ, ഇപ്പം പിണങ്ങി നിൽക്കുന്ന സുധാകരൻ പറഞ്ഞത് ഞാൻ ഓർക്കുകയാണ്. പാർട്ടിയിൽ ഒന്നാമൻ പാർട്ടി സെക്രട്ടറിയാണ്, മുഖ്യമന്ത്രി അല്ല എന്ന് അച്യുതാനന്ദ മുഖ്യമന്ത്രി ആയപ്പോൾ പറഞ്ഞ സുധാകരൻ ഇന്ന് ഈ പാർട്ടിയിൽ അടഞ്ഞു നിൽക്കുമ്പോൾ CPM ഒന്ന് മുഖ്യമന്ത്രി അത് പിണറായി ആണെങ്കിൽ പിണറായി ആണ് എന്നുള്ളടത്തേക്കാണ് കാര്യം പോകുന്നത്. അടുത്ത ഇലക്ഷനിൽ ആ ഒരു മുന്നണി ഒരു ഒരു അന്തർധാര അവരെ വാശിയിൽ തന്നെ പറഞ്ഞാൽ അതുണ്ടാകും. പിന്നെ കേരളത്തെ BJPക്ക് തീരെത്തി കൊടുക്കും. അതിൻ്റെ ഒരു റിട്ടേൺ എഗ്രിമെൻ്റ്, സ്ലീപ്പിംഗ് എഗ്രിമെൻ്റ് ഇവർ തമ്മിൽ ഉണ്ടാക്കിയിട്ടുണ്ട്. അതുപോലത്തെ മതേതര വിശ്വാസികളെ, സ്വൈര ജീവിതം ആഗ്രഹിക്കുന്നവരെ, ശാന്തത ആഗ്രഹിക്കുന്നവരെ, മത സൗഹാർദ്ദം നിലനിന്ന് കാണണമെന്ന് ആഗ്രഹിക്കുന്നവരെ, സർവോപരി മനുഷ്യന് സ്വസ്ഥമായി ജീവിച്ചു മരിക്കണം എന്ന് ആഗ്രഹിക്കുന്നവർക്കൊക്കെ ഭീഷണിയാണ്. ആ ഭീഷണിക്കെതിരെ എല്ലാവരുടെ ഒപ്പം നിൽക്കേണ്ട ഒരു കടമ പ്രത്യേകിച്ചും തൊഴിലാളികൾ എന്നുള്ളവർക്ക് STU സ്വതന്ത്ര തൊഴിലാളി യൂണിയൻ്റെ പ്രവർത്തകന്മാർക്കുണ്ട്. അത് നിങ്ങൾ നിർവഹിച്ചിട്ടുണ്ട്, നിർവഹിക്കും എന്ന് ഞാൻ പ്രതീക്ഷിക്കുകയാണ്. അതോടൊപ്പം തന്നെ ഇവിടെ ഒരു ചടങ്ങിൽ കഴിഞ്ഞ കുറേ കാലം KTF-നും മുസ്ലിം ലീഗിനും യൂത്ത് ലീഗിനും സ്വതന്ത്ര തൊഴിലാളി യൂണിയനും ഒക്കെ ചെലവഴിച്ച് കഴിഞ്ഞ ദിവസങ്ങളിൽ നമ്മോട് മരണപ്പെട്ടുപോയ ബഹുമാനപ്പെട്ട ഉമ്മർ മാസ്റ്ററുടെ അനുസ്മരണ സമ്മേളനം കൂടിയാണ്. അള്ളാഹു അദ്ദേഹത്തിന് മഗ്ഫിറത്തും മർഹമത്തും നൽകട്ടെ എന്ന് പ്രാർത്ഥിച്ചുകൊണ്ട് ഈ ചടങ്ങിന് എല്ലാവിധ ആശംസകളും നടന്നുകൊണ്ട് ഞാൻ എൻ്റെ വാക്കുകൾ ഉപസംഹരിക്കുന്നു.